Hi, hello, and welcome to the hunt for the best singing talents of Kerala, 2 crore Apple Megastars. നേരത്തെ പറഞ്ഞ പോലെ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എലിമിനേഷൻ ആണ്. 2 crore Apple Megastars എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിലെ തേർഡ് എലിമിനേഷൻ റൗണ്ട്. നമ്മുടെ കണ്ടസ്റ്റന്റ്സ് ഏതാനും റൗണ്ടുകളായി അവരുടെ കഴിവ് തെളിയിച്ചു വരികയാണ്. അപ്പോൾ ജഡ്ജസ് നൽകിയിരിക്കുന്ന മാർക്സിന്റെ ബേസിസിലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വോട്ട്സിന്റെ ബേസിസിലും ഏതാനും കണ്ടസ്റ്റന്റ്സ്, നമ്മുടെ 28 കണ്ടസ്റ്റന്റ്സിൽ നിന്നും ഏതാനും കണ്ടസ്റ്റന്റ്സിന് വിട പറയാൻ സമയമായി. അപ്പോ ഓഫ് കോഴ്സ് അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യണ്ടേ. ഇന്ന് എലിമിനേഷൻ റൗണ്ടിൽ നമ്മുടെ ജഡ്ജസ് പാനൽ അലങ്കരിക്കാൻ എത്തിയിരിക്കുന്ന 3 ജഡ്ജസ്. ആദ്യം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്ര ചേച്ചി, അതോടൊപ്പം നമ്മൾ എല്ലാവരും വളരെയധികം ആരാധിക്കുന്ന ദി ഗ്രേറ്റ് ടാലന്റഡ് മ്യൂസിഷ്യൻ രമേശ് നാരായണൻ സർ, ആൻഡ് ഓഫ് കോഴ്സ് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് 2 crore Apple Megastarsiലെ ഡാൻസ് ജഡ്ജസ് പാനലിലെ ഒരു ജഡ്ജാണ്. ആൻഡ് ഷീസ് ഓൾസോ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആക്ട്രസസ് ഓൺ ഇന്ത്യൻ സിനിമ. പ്ലീസ് വെൽക്കം സുകന്യ മാം. എലിമിനേഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ 3 റെസ്പെക്റ്റഡ് ജഡ്ജസിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Namaste sir. Hi. Thank you so much for coming on our show once again. Thank you. Sir, നമ്മുടെ ഷോയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസ് എല്ലാം സാർ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് സാർ ജഡ്ജ് ചെയ്ത ഏതാനും കണ്ടസ്റ്റൻസ് ഇന്ന് നമ്മളോട് വിട പറയാൻ പോവാണ്. അപ്പോൾ സാർ എന്ത് തോന്നുന്നു സാറിന് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ? ഇല്ല, ഒരിക്കൽ കൂടെ നമ്മുടെ ഈ നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെ അവരുടെ പാട്ട് കേൾക്കാനുള്ളൊരു അവസരം ഉണ്ടാവുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നീട് ഞാൻ കുറച്ച് പേരുടെ പാട്ടുകൾ ഇതിൽ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ടാലന്റ് ഈ നമ്മുടെ ജീവൻ ടിവിയുടെ പ്രോഗ്രാമിലുണ്ട്. കൂടുതൽ പറയാനുള്ളത് ഇനി നമ്മൾ താങ്ക് യു. കൂടുതൽ പറയാനുള്ളത് അവരുടെ പെർഫോമൻസ് ഇനിയും നമ്മൾക്ക് ഹൈ ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അവർക്ക് ഉപദേശങ്ങളും ആശീർവാദങ്ങളും കൊടുക്കാം. ഓൾ ദി ബെസ്റ്റ് ഫോർ ദം. താങ്ക് യു സർ. Sukanya ma'am, of course the stage is not new for you. You've been judging our dance contestants for quite some time. പക്ഷേ മാം ഒരു സിംഗർ ആണ്, ആക്ട്രസ് ആണ്, but we all know that you're a beautiful singer too. Not much. Ma'am actually സ്വന്തമായിട്ട് കമ്പോസ് ഒക്കെ ചെയ്തിട്ടില്ലേ? You've done an album അല്ലേ? Please tell us about it. I must say, the album is called Azhagu, Tamil devotional album. Okay. And my most favorite artist is right beside me. And even otherwise, I'm very, very fond of her, which she also knows. And I was told, I had about 10 songs in the album, and most of them said, "Oh, Chitra ma'am doesn't sing. No, not for albums. At least not in Tamil. No. She's too busy. She's here, she's that." Of course, we've traveled together many times, but I am not a singer, or I don't belong to the music department. But then it was just a phone call, and it made so much difference, and she immediately said, "Okay." And the wonderful thing about it is that she said, "I have my recording today, but first I would like to finish yours." And then she sang. I have a very, very special place for her in my heart. About the album, so it's like I had done about 10 different songs, and my next album is also coming through. And hopefully when I find time, I'll start working on it. And, wow. അത് മാത്രമല്ല, ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ സിംഗേഴ്സും പാടിയിട്ടുണ്ട് ആൽബത്തില്. എല്ലാം നല്ല സോങ്സ് ആയിരുന്നു. എല്ലാം ക്ലാസിക്കൽ ബേസ്ഡ്, ഓരോ രാഗം ബേസ് ചെയ്താണ് ചെയ്തിരുന്നത്. Yeah, right from SPB uncle to S Janaki Amma, Srinivas, Nityashree Mahadevan, Karthik, everybody. So I'm sure you wouldn't have given lots of public performances as a singer, if I'm not wrong.
you must have done more of dance performances, right? True. So, can you please give us the privilege of... She sang a duet song with SPB sir. Oh my God. She remembers that. ഞങ്ങൾ ഒരു പ്രാവശ്യം we went to Germany and that was the first time I sang on stage with such a big singer and it just happened on the stage. Okay. And SPB uncle said, no, avan nalla paadva. Nee paadma, chumma dhairiyama paadu. And it was my Muttumani Mala, which was a very big hit number. Oh, yes, of course. And I had lot of encouragement and support from my lovable, sweet little Chitra ji. And so, with that, I think she's saying that I'm a good singer. But Yes. I was trained when I was little, but then dance was my focus, so I concentrated more on that. All right. Though music is my, what do I say? I like music more than even dance. Oh, really? Yeah. Okay. I'm very, very happy to be here on the stage. ഇത്രയും talented singers ഇവിടെ ഉണ്ട്. So, ശരത്തിനെ കൊണ്ട് പാടിച്ചും കൂടെ പറയാറുന്നില്ലേ? Okay. yeah, So it's like a long list. that is sort of a dedication to my father who just passed away a year ago. He died of lung cancer. So I thought, let it be an offering to him. And I had requested Sharath and he happily did it. Wow. And I must So nice to thank hear, him ma'am. for And that. so, ma'am, thank you so much for being a part of our show. ചിത്രേച്ചി ചേച്ചി പിന്നെ എപ്പോഴും നമ്മുടെ പെർമനന്റ് ജഡ്ജസ് പാനലിലെ ഒരാളാണ്. ഇവരുടെ തുടക്കം തൊട്ടേ കണ്ടിട്ടുള്ളതാണ് ഇവരുടെ പെർഫോമൻസസ് ഒക്കെ. അപ്പൊ തീർച്ചയായിട്ടും എനിക്കും തോന്നുന്നുണ്ട്, ഇപ്പൊ ഡെഫിനറ്റ്ലി ചേച്ചിക്കും തോന്നുന്നുണ്ടാവും നമ്മുടെ കണ്ടസ്റ്റൻസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന്, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ പറഞ്ഞ എനിക്ക് ഇവരെയൊക്കെ എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ പേര് ഓർത്തു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ മുഖം വരും. അത്ര എനിക്ക് എന്താ പറയാ, എന്റെ മക്കളെ പോലെയായി എല്ലാരും. അതുകൊണ്ട് ഇപ്പോൾ ഒരു എലിമിനേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഒരാൾ പോകുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ വലിയ വിഷമമുണ്ട്. പക്ഷെ അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ പോയല്ലേ പറ്റൂ. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ പോകുന്ന ആൾ മോശമാണെന്നോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലക്ക് ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ എത്ര വലിയൊരു സിംഗർ ആണെങ്കിൽ പോലും അന്നത്തെ ദിവസം ലക്ക് നമ്മളെ തുണച്ചില്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കുഴപ്പങ്ങൾ, ചിലപ്പോൾ വലിയ മിസ്റ്റേക്സ് വരെ വരാൻ പറ്റും, എത്ര വലിയൊരു സിംഗർ ആണെങ്കിൽ പോലും. അതുകൊണ്ട് അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഏതെങ്കിലും ഒരു റൗണ്ടിൽ പറ്റിയിട്ടായിരിക്കും ഒരാൾ പെട്ടെന്ന് മാർക്സ് കുറഞ്ഞിട്ട് പിന്നെ SMS സപ്പോർട്ടും കൂടെ കൊണ്ട് അവർക്ക് എങ്ങനെ ഉണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും പോകുന്നവർക്കൊരു ഡിസപ്പോയിൻമെന്റ് വേണ്ട. അവർ വന്നതിൽ നിന്നും സത്യത്തിൽ നിങ്ങൾ വന്ന സമയത്ത് പാടിയതിനേക്കാളും ട്രെമൻഡസ് ഇംപ്രൂവ്മെന്റ് എല്ലാവർക്കും ഉണ്ട്. പിന്നെ എനിക്കൊരു വിശ്വാസമുണ്ട് നിങ്ങളെ കുറെ കൂടെ നന്നാക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ട്രെയിനിങ് കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ടാലന്റഡ് ആയിട്ട് കുട്ടികളെ ഉള്ളൂ ഇതിനകത്ത്. എല്ലാവരും മിടുക്കന്മാരാണ്, മിടുക്കികളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഹാർഡ് വർക്ക് വേണം, കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ വലിയ ലെവലിൽ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. താങ്ക് യു ചേച്ചി. താങ്ക് യു ജഡ്ജസ്. സോ നമുക്ക് we'll start with our elimination, so please. To grow apple mega stars.